ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 21 ഡേയ്സിൻ്റെ ചാലഞ്ച് ഇംഗ്ലീഷിൻ്റെയും കറണ്ട് അഫയേഴ്സിൻ്റെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകാം കേട്ടോ. സിനോണിംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് SSC, അതുപോലെ തന്നെ SCRT, അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൊക്കാബുലറി അല്ലാണ്ട് ഗ്രാമർ നോക്കുന്ന ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. മൊത്തം ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ എളുപ്പമല്ലേ എന്നും പറഞ്ഞ് വിട്ടേക്കരുത്, നോക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരുടെയും കയ്യിൽ PYQ ബുക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഡെയിലി ഞാൻ പറഞ്ഞ പോലെ 20-30 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വൊക്കാബുലറിയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു 20 സിനോണിംസ് ആണ് കേട്ടോ. SSC, SCRT, അതുപോലെ തന്നെ PYQ എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ വാക്ക് പ്രോഡിഗൽ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂർത്തൻ എന്നുള്ള ഒരു മീനിങ് ഒക്കെയാണ് കേട്ടോ. അതായത് എക്സ്ട്രാ വേഗൻറ്റ്, ലാവിഷ് എന്നൊക്കെ ഒരു മീനിങ് ആണ്. എക്സ്ട്രാ വേഗൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രാ വാങ്ങി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ എക്സ്ട്രാ വേഗൻറ്റ്, ലാവിഷ്, പ്രോഡിഗൽ, പൊടി പൊടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പൈസ പൊടി പൊടിക്കുക, അങ്ങനെ പ്രോഡിഗലുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ട്രിവിയൽ ആണ്. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള, അതായത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഓർഡിനറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർഡിനറി എന്നൊക്കെ പറയാം. അടുത്തത് പോംപസ് ആണ്. പോംപസ് എന്ന് പറഞ്ഞാൽ പോംപസ്, പൊങ്ങച്ചം, അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. പോംപസ് എന്ന് പറയുമ്പോൾ പോം വെച്ചിട്ട് തന്നെ പൊങ്ങച്ചം. ഓക്കെ, സെൽഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഒരു മീനിങ് ആണ് പോംപസിൻ്റെ. എന്താണ് സെൽഫ് ഇമ്പോർട്ടൻസ്, പൊങ്ങച്ചം, ആഡംബരമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അടുത്തത് ഗ്ലോസി. ഗ്ലോസി എന്ന് പറഞ്ഞാൽ ഷൈനിങ്, സ്മൂത്ത്. ഗ്ലോസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. ഗ്ലാസ് ഭയങ്കര ഷൈനിങ് ആണ്, ഭയങ്കര സ്മൂത്ത് ആണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഗ്ലോസി മീൻസ് ഇറ്റ് ഇസ് ഷൈനിങ്, സ്മൂത്ത്. അടുത്ത സെനിത്ത് ആണ് കേട്ടോ. സെനിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് പോയിന്റ് ആണ്, ഏറ്റവും ഉയർന്ന പോയിന്റ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അതിൻ്റെ ആൻറ്റോണിം ഒന്ന് പഠിച്ചോളൂ, നാദിർ ആണ് കേട്ടോ. സെനിത്തിൻ്റെ ആൻറ്റോണിം എന്താണ്, ഓപ്പോസിറ്റ് എന്താണ്, നാദിർ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. നമുക്ക് സെനിത്ത് എന്ന് പറയുമ്പോൾ ഈ സീനത്തിനെ ആലോചിക്കാം. സീനത്ത് ഒരു ആക്ട്രസ് ഇല്ലേ, അതുപോലെ തന്നെ നാദിർഷേനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ആൻറ്റോണിം ആണ്, ഒരാൾ പെണ്ണും ഒരാൾ ആണും. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സെനിത്തിൻ്റെ ആൻറ്റോണിം ആണ് നാദിർ. ഇറ്റ് മീൻസ് പീക്ക് പോയിന്റ്. സെനിത്ത് മീൻസ് പീക്ക് പോയിന്റ്. അടുത്തത് കോർഡിയൽ ആണ്. കോർഡിയൽ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കോർഡിയൽ കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ എല്ലാവരും കൂടിയിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പറയില്ല എല്ലാവരും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വരും, അല്ല ഭയങ്കര പ്ലസൻ്റ് ആയിട്ടൊക്കെ വരും എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ കോർഡിയൽ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ, പ്ലസൻറ്റും ഫ്രണ്ട്ലിയും. അപ്പോൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് വേഗം നോക്കാം. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വാഗന്റ്, ലാവിഷ്. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് അല്ലേ. പോംപസ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം. ഗ്ലോസി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആലോചിക്കുക, ഷൈനിങ്, സ്മൂത്ത്. സെനിത്തിൻ്റെ പീക്ക് പോയിന്റ്. നാദിർ എന്ന് പറഞ്ഞാൽ ആ ഒരു താഴ്ചയുടെ പീക്ക് പോയിന്റ്. കോർഡിയൽ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആലോചിക്കുക, പ്ലസൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, ഡോർമെൻറ്റ്. ഡോർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ് കേട്ടോ. അതായത് ഉറങ്ങിക്കിടക്കുന്ന, അധികം എന്താ പറയുക, ആക്റ്റീവ് അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡോർമെൻറ്റ്. അപ്പോൾ കണക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിലെ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മളധികം ആക്റ്റീവ് ആവില്ലല്ലോ, നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇനാക്റ്റീവ് ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഡോർമെൻറ്റ് ഇറ്റ് മീൻസ് ഇനാക്റ്റീവ്. അടുത്തത് ലോഡെട്രി. ലോഡെട്രി എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിങ് പ്രൈസ് ആണ്, അതായത് സ്തുതിക്കുന്ന, അഭിനന്ദിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ലോഡെട്രി. അപ്പം അതിനൊരു ചെറിയൊരു കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുകഴ്ത്താണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് പറയും, കുറച്ചും കൂടെ ഉറക്കെ പറയാനൊക്കെ പറയും അല്ലേ. അപ്പോൾ ലോഡെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ലൗഡായിട്ടൊന്ന് കണക്ട് ചെയ്തുകൂടെ, ലൗഡ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എക്സ്പ്രസിങ് പ്രൈസ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അടുത്തത് ഡ്വിൻഡിലാണ്. ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഗ്രാജുവലി ലെസ് ഓർ സ്മോളർ, അതായത് പതുക്കെ കുറഞ്ഞു വരിക, ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, ഡ്വിൻഡിൽ. അപ്പോൾ നമ്മുടെ വിൻഡ് എന്നുള്ള വാക്ക് എടുക്കാം അല്ലേ. ഈ വിൻഡ് വരുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും വരുന്നത്, പിന്നെ കുറഞ്ഞു വരും. അതേപോലെ ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഗ്രാജുവലി ലെസ് ഓർ സ്മോളർ. അടുത്തത് സ്ക്രൂപ്ലെസ് ആണ്. സ്ക്രൂപ്ലെസ് എന്ന് പറഞ്ഞാൽ വെരി കെയർഫുൾ. നമ്മുടെ വീട്ടിലെ സ്ക്രൂ തന്നെ ആലോചിച്ചാൽ മതി അല്ലേ. സ്ക്രൂ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കിയൊക്കെ ഇടണം അല്ലേ. അപ്പോൾ സ്ക്രൂപ്ലെസ് എന്ന് പറഞ്ഞാൽ വെരി കെയർഫുൾ ആണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, സെക്യുലൻ്റ് ആണ്. സെക്യുലൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഷി അല്ലെങ്കിൽ ജ്യൂസി, അതായത് നീരുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ജ്യൂസി ആണ് കേട്ടോ, കാലിലെ നീരല്ല, ജ്യൂസി. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ജ്യൂസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ സക്ക് ചെയ്ത് കുടിക്കുക അല്ലേ. അപ്പോൾ സെക്യുലൻ്റ് എന്ന് പറഞ്ഞാൽ ജ്യൂസി അല്ലെങ്കിൽ ഫ്ലഷി ആണ്. ഇതിൻ്റെ ആൻറ്റോണിമും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. സെക്യുലൻറ്റിൻ്റെ ആൻറ്റോണിം എന്താ, ഡ്രൈ ആണ് അല്ലേ, ജ്യൂസ് ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള. അത് PSCയിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സെക്യുലൻറ്റ് ഇറ്റ് മീൻസ് ഫ്ലഷി അല്ലെങ്കിൽ ജ്യൂസി. അപ്പോൾ ഡോർമെൻറ്റ്, ഡോർ അടിച്ചു കഴിഞ്ഞാൽ ഇനാക്റ്റീവ്. ലോഡെട്രി എക്സ്പ്രസിങ് പ്രൈസ്. ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഗ്രാജുവലി ലെസ് ഓർ സ്മോളർ.
സ്ക്രൂപ്ലെസ്, നമ്മൾ സ്ക്രൂ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. സെക്യുലൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഷി അല്ലെങ്കിൽ ജ്യൂസി. അടുത്ത വാക്ക് നോക്കാം, സൂപ്പർഫ്ലൂവസ് ആണ്. സൂപ്പർഫ്ലൂവസ് എന്ന് പറഞ്ഞാൽ അൺനെസറി ആണ് കേട്ടോ. അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൊഴുപ്പാർന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. സൂപ്പർഫ്ലൂവസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർഫ്ലൂവസ്, അൺനെസറി. അടുത്ത പ്ലാസിഡ് ആണ്. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് പീസ്ഫുൾ ആണ്. കാം ആയിട്ടുള്ള, പീസ്ഫുൾ എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്ലാസിഡ്. ലേക്ക് പ്ലാസിഡ് എന്ന് പറഞ്ഞുള്ള സിനിമ ഉണ്ടോ? അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മുതലകളുടെയൊക്കെ ഒരു ഫിലിമാണത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, ഭയങ്കര കാമാണ്, പീസ്ഫുൾ ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്ലാസിഡ് ഇറ്റ് മീൻസ് കാം ആൻഡ് പീസ്ഫുൾ. അടുത്ത് ഒഡേസിറ്റി ആണ്. ഒഡേസിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബീങ് കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ അരഗൻറ്റ് ഒക്കെയാണ് കേട്ടോ. ഒഡേസിറ്റി മീൻസ് ക്വാളിറ്റി ഓഫ് ബീങ് കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ അരഗൻറ്റ്. അതായത് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആവുക അല്ലെങ്കിൽ അഹങ്കാരം, സാഹസികത എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, ഒഡേസിറ്റി. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ സിറ്റിയിൽ നിന്ന് ഓടുകയാണെങ്കിൽ, സിറ്റി കേട്ടോ, സിറ്റിയിൽ നിന്ന് ഓടിപ്പോവാണെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അഹങ്കാരിയായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, ഫ്ലോറിഡ്. ഫ്ലോറിഡ് എന്ന് പറഞ്ഞാൽ റോസി റെഡ് ഹാവിങ് ടു മച്ച് ഡെക്കറേഷൻ ആണ് കേട്ടോ. ഫ്ലോറിഡ് എന്ന് പറഞ്ഞാൽ റോസി റെഡ് ഹാവിങ് ടു മച്ച് ഡെക്കറേഷൻ, അതായത് ചുവപ്പ് നിറമുള്ള അല്ലെങ്കിൽ പുഷ്പസമൃദ്ധമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്ലോറിഡ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോറലൊക്കെ ആലോചിച്ചൂടെ. നമ്മൾ പറയില്ലേ ഫ്ലോറൽ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഡ്രസ്സില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഫ്ലോറൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിഡ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, കെക്കോഫോണി. കെക്കോഫോണി എന്ന് പറഞ്ഞാൽ അപശ്രുതി എന്നൊക്കെ പറയില്ലേ, അതായത് അപസ്വരം, ആ ഒരു മീനിങ് ആണ് കേട്ടോ കെക്കോഫോണി. എ ഹാർഷ് ഡിസ്കോർഡൻറ്റ് മിക്സ്ചർ ഓഫ് സൗണ്ട്സ്. നമ്മുടെ കാക്കയുടെ സൗണ്ട് തന്നെ ഓർത്താൽ മതി അല്ലേ, കുറച്ച് ഹാർഷായിട്ടുള്ള അപസ്വരം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കെക്കോഫോണി ഇറ്റ് മീൻസ് അപശ്രുതി, എ ഹാർഷ് ഡിസ്കോർഡൻറ്റ് മിക്സ്ചർ ഓഫ് സൗണ്ട്സ്. അടുത്ത വാക്ക് നോക്കാം, പാൻറ്റമോണിയം. പാൻറ്റമോണിയം എന്ന് പറഞ്ഞാൽ വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലഹള അല്ലെങ്കിൽ ഭയങ്കര കുഴപ്പം പിടിച്ച ഭയങ്കര ബഹളം നിറഞ്ഞിട്ടുള്ള ആ ഒരു മീനിങ് ഒക്കെയാണ് പാൻറ്റമോണിയം. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണം ഈ ഹാർമോണിയം എന്നൊക്കെ പറയണ പോലെ കുറച്ച് വൈൽഡ്, കുറച്ച് നോയ്സി ആയിട്ടുള്ള എന്നൊക്കെ ഒരു രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, ഇംപെറ്റുവസ് ആണ്. ഇംപെറ്റുവസ് പേര് പറയുന്ന പോലെ തന്നെ ഇംപെറ്റുവസ്, പെട്ടെന്ന് തന്നെ അല്ലെ, ഇംപെറ്റുവസ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ആക്ട് ഡൺ ക്വിക്ക്ലി ആൻഡ് വിത്തൗട്ട് തോട്ട് ഓർ കെയർ, പെട്ടെന്ന് ചെയ്യുന്ന ഒരു ആക്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഇംപെറ്റുവസ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ. അടുത്ത് പെരിലസ്. പെരിലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഡേഞ്ചർ ഓർ റിസ്ക് ആണ് കേട്ടോ. പെരിലസ് എന്താണ്? ഫുൾ ഓഫ് ഭയങ്കര ഡേഞ്ചർ അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ പെരിലസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിലവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള പേരൊക്കെ ആയിരിക്കും അല്ല, നമ്മുടെ കീരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുന്ന പോലെ പേരിലസ് കേട്ടോ. പേരിനകത്ത് തന്നെ ആ ഒരു റിസ്ക് ഉണ്ടാവും. അപ്പോൾ പെരിലസ് ഇറ്റ് മീൻസ് ഫുൾ ഓഫ് ഡേഞ്ചർ ഓർ റിസ്ക്. അടുത്ത അഡ്രോയിറ്റ് ആണ്. അഡ്രോയിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലെവർ അല്ലെങ്കിൽ കണ്ണിങ് ആണ്. അഡ്രോയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ, ക്ലെവർ കണ്ണിങ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ഹോളോകോസ്റ്റ് ആണ് കേട്ടോ. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിവാസ്റ്റേഷൻ, മസാക്കർ, അനിഹിലേഷൻ, കാർണേജ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് കൂട്ടക്കൊല, കൂട്ടനാശം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ്. കൂട്ടക്കൊല എന്ന് തന്നെ ഓർത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടക്കൊല വന്നു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഹോളോ ആവും അല്ലേ, ആരും ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനെ ഹോളോ ആയിട്ട് മാറും, എംറ്റി ആയിട്ട് മാറും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഹോളോകോസ്റ്റ് ഇറ്റ് മീൻസ് എന്താ, ഡിസ്ട്രക്ഷൻ, ഡിവാസ്റ്റേഷൻ ഒക്കെയാണ് കേട്ടോ. ഇംപെറ്റുവസ് പെട്ടെന്ന് തന്നെ, പെരിലസ് പേരിനകത്ത് തന്നെയുണ്ട് അല്ലേ, റിസ്ക് ഉണ്ട്. അഡ്രോയിറ്റ് ക്ലെവർ കണ്ണിങ്, ഹോളോകോസ്റ്റ് ഡിസ്ട്രക്ഷൻ, ഡിവാസ്റ്റേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മളൊരു 20 സിനോണിംസോളം പഠിച്ചു. SSC അതുപോലെ തന്നെ നമ്മുടെ SCRT, PYQ എന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സാമിന് തൊട്ട് മുമ്പൊക്കെ നമുക്ക് വേഗം ഒന്ന് റെഫർ ചെയ്തിട്ട് പോകാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.